ശ്രീ ജോഡ്, കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 8:30 ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെയും 3 പെൺകുട്ടികളെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്നാണ് ഛത്തീസ്ഗഡ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. രവി നിഗം എന്ന പ്രദേശവാസി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR. മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളായതുകൊണ്ട് 2 കന്യാസ്ത്രീകളെയും കോടതി റിമാൻഡ് ചെയ്തു. നീതിന്യായ വ്യവസ്ഥയിലെ സ്വാഭാവിക നടപടിക്രമങ്ങളാണ് ഇതൊക്കെ. ഇനി അന്വേഷണം നടക്കണം. അതിനിടയിൽ സഭ വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. ശ്രീ ജൂഡ്, നമുക്കറിയാം, ഇന്ത്യ എന്ന മഹാരാജ്യം ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ത്യയെ പുലർത്തുന്ന ഉന്നതമായ ജനാധിപത്യ ബോധവും നമ്മുടെ മതേതര സ്വഭാവവുമാണ്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിനൊക്കെ ഭംഗം വരുന്ന ചില നടപടികൾ രാജ്യത്തെ ചില പ്രത്യേക വിഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. യഥാർത്ഥത്തിൽ 2014 മുതൽ 2024 വരെ ഉള്ള കാലയളവിൽ ഇത്തരത്തിൽ 4316 അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്കറിയാം. 2024-23 733 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 2024 അത് 834 സംഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതേസമയം ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് ഈ കാലഘട്ടത്തിലാണ്. 2014 വെറും 174 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തെടുത്താണ് 2024 833 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 2025 ജാനുവരി മുതൽ 2025 ജൂൺ വരെ 6 മാസക്കാലം ഏകദേശം 378 കേസുകൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ സാധുജന സേവനം ചെയ്യുന്ന സേവന സമർപ്പിതരായ മിഷനറിമാരെ, സന്യസ്തരെ ഒരു കൂട്ടം ആളുകൾ മോബ് അറ്റാക്ക് ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും പീഡനത്തിന് വിധേയരാക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ ഒരു യഥാർത്ഥ സംഭവമായി തെളിഞ്ഞു വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത്. അത് വാസ്തവത്തിൽ കെട്ടിച്ചമക്കപ്പെട്ടതാണ്, ആരോപണങ്ങൾ മാത്രമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ പെൺകുട്ടികളെ TT സമീപിക്കുന്നു, പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റിന് പകരം അവരുടെ കയ്യിൽ കൺഫേംഡ് ടിക്കറ്റ് ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് എന്തിനാണ് ബജറംഗ് ദളിൻ്റെ പ്രവർത്തകരെ TT ഫോണിൽ വിളിച്ചു വരുത്തുന്നത്? അവരാണ് ആദ്യം എത്തിയത്. പോലീസിനേക്കാൾ മുൻപേ എത്തിയത് ബജറംഗ് ദളിൻ്റെ പ്രവർത്തകരാണ്. അവർ കൂട്ടം കൂടി ഇവരെ ചോദ്യം ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. പിന്നീടാണ് പോലീസ് എത്തുന്നത്. അത്തരത്തിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ സാധുജന സേവനം നടത്തുന്ന സമർപ്പിതരായ സന്യസ്തരെ, കന്യാസ്ത്രീകളെ ഈ ആളുകൾ കൂട്ടം ചേർന്ന് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ആ സംസ്ഥാനങ്ങളിലൊക്കെ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. പലപ്പോഴും നമുക്കറിയാം, ആൻറ്റി കൺവേർഷൻ ലോസ് ആണ് ഇതിനെ ഉപയോഗിക്കുന്ന ഒരു നിയമപരമായ പശ്ചാത്തലം. അതിൽ പലപ്പോഴും നമുക്കറിയാം ഈ ആൻറ്റി കൺവേർഷൻ ലോസിലുള്ള ചില ടെർമിനോളജീസ്, ആ ടെർമിനോളജീസ് എന്ന് പറയുന്ന അവ്യക്തതയുണ്ട്. ഇപ്പോൾ ഫോഴ്സ്, ഇൻഡ്യൂസ്മെൻറ്റ്, അഡൾട്ടേഡ്, അങ്ങനെ പല കാര്യങ്ങൾക്കും ഒരു വ്യക്തതയില്ല, കൃത്യമായ ഡെഫിനിഷൻ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ 2021 UP ഗവൺമെൻറ് പാസ്സാക്കിയ പ്രോഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ, അതിൽ ഒരു ക്ലോസ് എന്ന് പറയുന്നത് വാസ്തവത്തിലെ അറ്റംപ്റ്റഡ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഈ അറ്റംപ്റ്റഡ് കൺവേർഷൻ എന്നുള്ളതിനെ, ഈ അറ്റംപ്റ്റഡ് എന്ന് പറയുന്നതിന് വ്യക്തമായ നിർവചനമില്ല. ഇപ്പം എന്ത് വേണമെങ്കിലും അതിൽ കൊണ്ടുവന്നിട്ട് ഈ കേസ് ചാർജ് ചെയ്യാൻ കഴിയാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത്തരത്തിൽ അംബിക്വിറ്റി നിലനിൽക്കുന്ന, അവ്യക്തത നിലനിൽക്കുന്ന ധാരാളം കാര്യങ്ങളാണ് ഈ ആൻറ്റി കൺവേർഷൻ ലോയ്സിൽ കാണാൻ പറ്റുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഇത്തരത്തിലെ വ്യാജമായ കേസുകൾ ഫ്രെയിം ചെയ്ത് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ, ഈ സേവനം ചെയ്യാനായിട്ട് സമർപ്പിക്കപ്പെട്ട ആളുകളെ ജയിലിലടക്കാൻ ശ്രമിക്കുന്നത്. അത് തീർത്തും അപലനീയമാണ്, നമുക്ക് നീതീകരിക്കാൻ കഴിയാത്തതാണ്.